ഒരിക്കലും മാറിയില്ല. ഞങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ് ഇന്നലെയും ഇന്നലെയൊക്കെ ഞങ്ങൾ ഈ പ്രദേശത്തെത്തിയത്. കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ്. പറയട്ടെ ഒരു മിനിറ്റ്. നമസ്കാരം. അവസാനം വയനാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായി, വയനാട്ടിലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും BJPയും രാഷ്ട്രീയം കളിക്കുകയാണ്. വീണ്ടും വീണ്ടും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി അവർ നാടകീയ രംഗങ്ങൾ അങ്ങ് ഇറക്കി വിടുകയാണ്. സംസ്ഥാന സർക്കാർ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്യാത്തത് ഇവിടുന്ന് ജയിപ്പിച്ചു വിട്ട MP-യും MLA-മാരുമാണെന്ന് ജനങ്ങൾക്ക് നന്നായി തന്നെ മനസ്സിലായി. ജനങ്ങൾക്ക് മനസ്സിലായെന്ന് MLA-ക്കും MP-ക്കും മനസ്സിലായപ്പോൾ അവർ വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ്. സംസ്ഥാന സർക്കാർ വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി, പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി, നടപ്പിലാക്കുന്നതിന് വേണ്ടി 620 കോടിയുടെ ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിന് മുമ്പിൽ വെക്കുന്നു. അത് കേന്ദ്ര സർക്കാർ തിരസ്കരിക്കുന്നു. എന്നാൽ ആ പദ്ധതി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ തിരസ്കരിക്കാൻ കാണിച്ച ആ മനസ്സിനെതിരെ ഒരക്ഷരം മിണ്ടിയില്ല രാഹുൽ ഗാന്ധി MP. മാത്രമല്ല, രാഹുൽ ഗാന്ധി MP വയനാട്ടിലേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇവിടെ 17 ദിവസത്തിനുള്ളിൽ 3 പേരുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ രാഹുൽ ഗാന്ധി വരുന്നതെപ്പോഴാണ്? ജനങ്ങൾ MP എവിടെ പോയി, MP-ക്ക് എന്താണ് പണി, ഒന്ന് വരാൻ പറ എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഉലകം ചുറ്റിക്കൊണ്ട് നടന്ന ഉലകം ചുറ്റും വാലിബൻ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ യാത്ര നിർത്തിവെച്ച് ഇവിടം വരെ വരാനൊന്ന് സമയം കണ്ടെത്തിയത്. വന്ന വഴി തന്നെ വാണം വിട്ടതുപോലെ തിരിച്ചു പോയിട്ടുമുണ്ട്. മാത്രവുമല്ല, ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഒരു സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നു. ആ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ എന്താണ് കോൺഗ്രസ് കാണിച്ചത്? തനി കൊണം കാണിച്ചു കോൺഗ്രസ്. അതായത് T. സിദ്ദിഖും IC ബാലകൃഷ്ണനും ഒക്കെ ആ സർവകക്ഷി യോഗം ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ബഹിഷ്കരിച്ചിട്ട് നേരെ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ടവർക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ജനങ്ങൾ മുഴുവൻ ഞങ്ങളുടെ MLA-യും MP-യും ഒക്കെ വേസ്റ്റാണെന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പരസ്യമായി പ്രതികരിക്കുകയാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ ക്ഷീണം ചെയ്യുമെന്നറിയാം. അപ്പൊ പുറത്തു വന്നിട്ട് സിദ്ദിഖൊക്കെ വല്ലാത്ത തള്ളുകൾ കാണും. എന്താണ് തള്ളുന്നത്? മുഖ്യമന്ത്രി ഇവിടെ വരണം, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം നടത്തണം എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിലുള്ള മോങ്ങൽ. വനം വകുപ്പ് മന്ത്രിയും K. രാജൻ മന്ത്രിയും MP രാജേഷ് മന്ത്രിയും ഒക്കെ ഇവിടെയുണ്ട്. പക്ഷേ ഇവരുടെ ആവശ്യം ഇതൊന്നുമല്ല. ഈ വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതൊന്നുമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനിയും ജനങ്ങളെ പറ്റിച്ച് വിടുന്ന എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കണം. ആ രാഹുൽ ഗാന്ധിയെ വീണ്ടും ഇവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ജയിപ്പിച്ചു വിടണം. അമേഠി കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ടെങ്കിൽ 8 നില പൊട്ടും നന്നായിട്ട് അറിയാം. ഇന്നലെ തന്നെ സ്മൃതി ഇറാനി വെല്ലുവിളിച്ചിട്ടുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ വയനാട് വിട്ട് അമേഠിയിൽ വന്നിട്ട് മത്സരിക്കാൻ. അതൊന്നും ഏറ്റെടുത്തിട്ടില്ല. അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ 8 നില പൊട്ടി പണ്ടാറടങ്ങുന്ന രാഹുൽ ഗാന്ധിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ നിന്ന് ഒന്ന് ജനങ്ങളെ പറ്റിച്ച് വീണ്ടും ആ ലോക്സഭയിലേക്ക് ഒന്ന് പോകണം. ഇത് മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം. ഇവരെയൊക്കെ വെച്ചിട്ട് എങ്ങനെ സർവകക്ഷി യോഗമല്ല എന്ത് വിളിച്ചിട്ട് എന്താ കാര്യമുള്ളൂ? രാഹുൽ ഗാന്ധിയാണ് അവിടുത്തെ MP. ആണ്ടിനും സംക്രാന്തിക്കും മാത്രമാണ് അയാളെ കാണുന്നത്. വന്നാൽ തന്നെ നിൽക്കാൻ സമയമില്ല. 2 പൊറോട്ട കഴിച്ചിട്ട് അയാൾ പോവാണ്. ഇങ്ങനെ ഒരു ജനപ്രതിനിധിയെ കൊണ്ട് എന്താണ് കാര്യം? വയനാട് ആസ്പിറേഷണൽ ജില്ലയാണ്. ഞാൻ ചുമ്മാ പറയുന്നതല്ല, ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റാണ് വയനാട്. എന്ന് പറഞ്ഞാൽ 150 പിന്നോക്ക ജനവിഭാഗങ്ങൾ താമസിക്കുന്ന വികസനം അതിവേഗത്തിൽ നടപ്പാവേണ്ട കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 150 ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റിൽ ഒന്നാണ്. ഈ മനുഷ്യൻ ഇന്നേ വരെ ഒരു മീറ്റിങ്ങിന് പോലും വന്നിട്ടില്ല. ഒരു MP എന്നുള്ള നിലയിൽ ഇന്നേ വരെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റിന്റെ ഒരു യോഗത്തിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തിട്ടില്ല. സ്മൃതി ഇറാനി, കേന്ദ്ര മന്ത്രി സ്മൃതി ഇറാനി 2 തവണ അവലോകന യോഗത്തിന് വയനാട് കലക്ടറേറ്റിൽ വന്നു. 2 തവണ ആസ്പിറേഷണൽ ജില്ലയുടെ പുരോഗതി വിലയിരുത്താൻ 2 തവണ സ്മൃതി ഇറാനി വയനാട് ജില്ലയിൽ വന്നു. ഒരൊറ്റ യോഗത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല. എന്തിനാണ് ഇയാളെയൊക്കെ MP ആക്കി വെച്ചിരിക്കുന്നത്? വയനാട്ടുകാരുടെ ഏതെങ്കിലും ഒരു പ്രശ്നം രാഹുൽ ഗാന്ധി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്? അയാൾക്ക് അറിയോ? ഈ ഗതികേടിലാണ് കേരളം നിൽക്കുന്നത്. ഇനിയും രാഹുൽ ഗാന്ധിയെ പോലെ ആളുകളെ ചുമന്ന് നടക്കാൻ മലയാളികൾ തയ്യാറായാൽ അത് വലിയ ശാപമായിരിക്കും കേരളത്തിൽ. ഈ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ് വനമെന്ന് പറയുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനും ഇതിൽ തുല്യ പ്രാധാന്യമുണ്ടെന്നേ. ഇപ്പോൾ ഇന്ന് സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഇവിടെ വരണമെന്ന്. വരണം, ഇവരൊക്കെ ഇടപെടണം. അതായത് ഇവരൊക്കെ ഇടപെട്ടിട്ട് ഈ കാര്യങ്ങൾ നടപ്പിലാക്കണം. സംസ്ഥാന സർക്കാർ എന്നു മുതൽ പറയുന്നതാണ് വേണ്ട പദ്ധതികൾ ആവിഷ്കരിച്ചല്ലോ, അതൊക്കെ നടപ്പിലാക്കിയെടുക്കുന്നതിനും അല്ലെങ്കിൽ അതിന് അനുകൂലമായ ഒരു തീരുമാനമെടുക്കാനും കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് തയ്യാറായില്ല? T. സിദ്ദിഖൊക്കെ ഇരുന്ന് പറയുന്നത് ഞാനൊക്കെ നിയമസഭയിൽ കുറെ ഗീർവാണം അടിച്ചെന്നാണ് പറയുന്നത്. എന്ത് ഗീർവാണം അടിച്ചു സിദ്ദിഖെ?
സിദ്ദിഖൊക്കെ വെറുതെ ഇങ്ങനെ കുറെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ചു. പിന്നെ ഇതുപോലുള്ള പരിപാടി നടക്കുമ്പോൾ നിങ്ങൾ സ്ഥിരം എന്താ ഈ ജനങ്ങൾക്കൊപ്പമാണെന്ന് കാണിക്കാനുള്ള ചില നാടകങ്ങൾ നടത്താറുണ്ട്. ജനങ്ങൾക്ക് മനസ്സിലായി ഇത് വെറും ഒരു നാടകമാണ്, കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ചെറിയ വലിയ ഗിമ്മിക്ക് നമ്പറാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ജനങ്ങൾ ടി സിദ്ദിഖിനെതിരെയും IC ബാലകൃഷ്ണനെതിരെയും ഒക്കെ അതിരൂക്ഷമായ രീതിയിൽ കഴിഞ്ഞ തവണ ഈ വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ മൃതശരീരവുമായിട്ട് അവർ പ്രതിഷേധിച്ചപ്പോൾ നിങ്ങൾക്കെതിരെയും വിമർശനം ഉന്നയിച്ചത്. ഒരിക്കലും മാറിയില്ല. ഞങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ് ഇന്നലെയും ഇന്നലെയൊക്കെ ഞങ്ങൾ ഈ പ്രദേശത്ത് എത്തിയത്. കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ്. പറയട്ടെ ഒരു മിനിറ്റ്. ദേശാമാനിയും കൈരളിയും തുടർച്ചയായി എല്ലാവരും കൂടി ഒന്നിച്ചു ചോദിക്കുന്നു. പിന്നെ ഒരു സംശയമില്ല, ചോദിക്കും. ഒരു സംശയമില്ല. ചോദ്യത്തിന് മറുപടി പറയുന്നതിന് ഇടയ്ക്ക് ചോദിക്കരുതെന്ന് പറഞ്ഞത്. ഞങ്ങൾ മറുപടി പറയും. ഒരു മിനിറ്റ്. നിങ്ങൾക്ക് സർക്കാരിന് വെള്ളം പൂഴ്ച നിങ്ങള് ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയുന്നതിനോട് വേറെ ചോദ്യം ചോദിക്കാതിരുന്നാൽ മതി. ഞങ്ങൾക്ക് ഈ നാട്ടിലെ വിഷയത്തെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചത്. അവഗണിക്കുന്ന സർക്കാരിനെതിരെ അണിനിരത്തി സർക്കാർ ജനങ്ങൾക്ക് അനുകൂലമായ, ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന എന്ത് രീതിയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയാലും എന്തിനും ഒരു ബഹിഷ്കരണം കണ്ടെത്തുന്ന ഒരു ബഹിഷ്കരണ പക്ഷമായി നമ്മുടെ കോൺഗ്രസ് മാറിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സങ്കടം തോന്നിപ്പോവുകയാണ്. വെറുതെ അല്ല, ഈ സമരാജ്ഞയൊക്കെ നടത്തുമ്പോൾ പല ജനങ്ങളും വിട്ടുനിൽക്കുന്നതും പലരും ഈ പാർട്ടി വിട്ട് തന്നെ CPM-ലേക്ക് പോരുന്നതും ഇത്തരം വന്യജീവി ആക്രമണങ്ങൾ നടന്നു കഴിഞ്ഞ ശേഷം, ജീവൻ നഷ്ടപ്പെട്ട ശേഷം ആ വീടുകൾ സന്ദർശിച്ച് ഫോട്ടോഷൂട്ട് എടുക്കാനുള്ള ഒരാളല്ലെന്ന് MP. ഇതൊക്കെ നടക്കാതിരിക്കാനുള്ള ചില പ്രതിരോധ മാർഗങ്ങൾ തീർക്കാനും ചില പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ, ഇത് സംസ്ഥാന സർക്കാർ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അത് കേന്ദ്ര സർക്കാർ തിരസ്കരിക്കുമ്പോൾ അത് എൻ്റെ മണ്ഡലത്തിന് വേണ്ടി നടപ്പിലാക്കി തരണം എന്ന് വാദിക്കാനുള്ള ആളാണ് MP എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും രാഹുൽ ഗാന്ധി പെർഫോം ചെയ്ത് കണ്ടിട്ടുണ്ടോ? എവിടെ? ഉലകം ചുറ്റാൻ തന്നെ സമയം കിട്ടുന്നില്ല, പിന്നെയല്ലേ ഇതിനു വേണ്ടി അല്ലേ? എന്നിട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് പുതിയ ഗിമ്മിക്ക് നമ്പറായിട്ട് അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് ഈ സിദ്ദിഖൊക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിന്നിരുന്ന് തുള്ളുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ഈ രാഹുൽ ഗാന്ധിക്ക് എന്താ പണി? രാഹുൽ ഗാന്ധി എവിടെ പോയി? സർവകക്ഷി യോഗത്തിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കാത്തതെന്ന് കേട്ട വഴിയെന്നെ ഓട്ടുകയാണ് സിദ്ദിഖൊക്കെ. കാരണം അതിന് ഉത്തരം പറഞ്ഞാൽ തീരുന്നേ, പണി കിട്ടുമെന്ന് പറയാം. അതുകൊണ്ട് സിദ്ദിഖൊക്കെ നൈസായിട്ട് അങ്ങ് പോവുകയാണ്. IC ബാലകൃഷ്ണനും അതിന്റെ പിന്നാലെ തന്നെ അങ്ങ് നടന്നു പോവുകയാണ്. പിന്നെ ഈ കോൺഗ്രസിന് ഇനി ആ വയനാടിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും തന്നെ മനസ്സിലായി കാണും.